എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അറിഞ്ഞെങ്കിൽ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അറിഞ്ഞെങ്കിൽ ഇമിലി ദർഗ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദർഗയാണ് ഇത്. ഇവിടുന്ന് വരേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞെങ്കിൽ ചെന്നൈയിൽ നിന്ന് കോവളം ബീച്ചിലേക്ക് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ ഓട്ടോ 25 രൂപ കൊടുത്താൽ ഇവിടത്തേക്ക് എത്താവുന്നതാണ്. ചെന്നൈ സെൻട്രലിൽ നിന്ന് നിങ്ങൾ ബസ് കോവളം എന്ന് പറഞ്ഞ ബസ് ഇവിടത്തേക്ക് വരും. 1092 എന്ന് പറയുന്ന ബസ് ഉണ്ട്. ആ ബസ് പിടിച്ചാൽ ഡയറക്റ്റ് ഇവിടത്തേക്ക് വരുന്നതാണ്. നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ഉസ്താദാണ്. ഇവ ദർഗ പരിപാലിക്കുന്ന ആളാണ്. ഇവിടുത്തെ മേൽനോട്ടം ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാ അവരോട് സംസാരിക്കാം. ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ഇവിടത്തേക്ക് നമുക്ക് സംസാരിക്കുന്നതാണ്. ഈ ദർഗനെ കുറിച്ചിട്ടും ദർഗ എങ്ങനെയാണ് ഇവിടെ മഹാനവറുകൾ എത്തിയതും എങ്ങനെയാണ് ഇവിടുത്തെ പാവപ്പെട്ടവർക്കും ഇസ്ലാമിനെ കുറിച്ചിട്ടും മതപരമായിട്ടും പറഞ്ഞു കൊടുത്തതും ഇവിടെ ചികിത്സ ചെയ്തതും ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അതായത് സിഹിർ ബാധിച്ചിട്ടുള്ളവര്, മുസീബത്തിലുള്ളവര്, പല ആൾക്കാരും ഇവിടത്തേക്ക് വരുന്നതാണ്. അപ്പോ അവർക്കൊരു അത്താണിയായിരുന്നു ഈ മഹാനവറുകൾ. അവരുടെ മതപഠനം എങ്ങനെയാണ് ഇവിടത്തേക്ക് കാണിച്ചു കൊടുത്തതും എങ്ങനെയാണ് ഇവരെ മതപരമായിട്ട് അവർക്ക് ചികിത്സ ചെയ്തു കൊടുത്തതും പാവപ്പെട്ടവർക്ക് അത്താണിയായിട്ട് വന്നതും എല്ലാ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഉസ്താദിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ ഞാൻ ചെല്ലുന്നത്. ഇത് ലോങ് വീഡിയോ ആയിരിക്കും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് പൊരുത്തപ്പെടണം. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. अस्सलाम वालेकुम रहमतुल्लाहि बरकातुहू। ये बस्ती का नाम निमिली, बाबा का नाम हजरत सैयद मोहम्मद शाह कादरी। उनका रमज़ान ख़त्म होके 9 दिन के बाद उनका सुंदर आता है शव्वाल चांद का 9। इधर जो बलायत आता है, जो बाला जादू अच्छा हो जाता है, जो परेशानी में आते हैं, गदिश का वक़्त रहता है, उनके दुआ बरकत से शफात मिलता है। अल्लाह की हिदायत से, रसूल सल्लल्लाहु अलैहि वसल्लम दुआ बरकत से दरबार को आने वाले बेकार नहीं होते, उनके दुआ बरकत से शफात मिलता है। अस्सलाम वालेकुम रहमतुल्लाहि बरकातुहू। अस्सलाम वालेकुम रहमतुल्लाहि बरकातुहू। இந்த ஊர் பேர் வந்து நிமிலி, பாபா பேர் வந்து ஹஜ்ரத் சையத் முகமது ஷா காதரி. இந்த கோவளத்துலேருந்து இங்கே 5 கிலோமீட்டர் தள்ளி தர்கா இருக்குது. அல்லாவுடைய எடுத்துக்கொண்டு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் துவாபரத்தை கொண்டு இங்கே வரவங்களுக்கு வந்து நல்லாகி போகிறாங்க. ஜனங்க இந்த பில்லி சூனியம் காத்து சாட்டை ஜனங்க வந்து நல்லாகி போகிறாங்க. அவங்களுடைய துவாபரத்தை கொண்டு அல்லாவுடைய நடத்துக்கொண்டு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் துவாபரத்தை கொண்டு பாபாவுடைய துவாபரக்கத்தில் எல்லாருக்கும் இந்த இடத்துல ஷஃபாயத் கிடைக்குது. இந்த பாபா வந்து ஹஜ்ரத் சையத் முகமது ஷா காதரி பாபா பேர். இந்த பாபா வந்து 353 வருஷம் வரப்போகுது. இந்த ரம்ஜான் முடிஞ்சு செவ்வால் பிறை 9 இந்த இடத்துல தர்காவில் வருஷம் சந்தன கூட நடைபெறும். அல்லாவுடைய நடத்தி கொண்டு ரசூல் துவாபரத்தி கொண்டு இங்கே வர ஜனங்களுக்கு வந்து ஷஃபாயத் கிடைக்குது. இந்த ரஹ்மான் கூட இந்த இடத்துல வந்து அவங்களோட துவாபரத்தி கொண்டு ஆஸ்கார் அவார்டு வாங்குற அளவுக்கு பெரியாளானார். 1067 நிமிலில் ஒரு கப்பல் தட்டிச்சு கேள்விப்பட்டேன். இந்த பாபாவுடைய துவாபரக்கத்தில் இந்த கப்பல் கூட எடுத்து கொடுத்தவர் அவங்களுடைய துவாபரக்கத்தில் அந்த கப்பல் எடுத்து கொடுத்துருக்காங்க. பெரிய அலை வந்து இந்த இடத்த அந்த கப்பல் எடுத்து கொடுத்த மாதிரி கேள்விப்பட்டேன். அவங்களுடைய துவாபரக்கத்தில் அந்த கப்பல் கம்பெனிக்காரனே வந்து இந்த தர்கா கட்டி கொடுக்கும் சொல்லி அவங்களுக்கு மனசில் இருந்தால் பாபா விருப்பப்படுற இந்த இடத்துல வந்து தர்கா கட்ட முடியல. அவங்களுடைய துவாபரக்கத்தில் வந்து எத்தனை பேர் வந்து ஷஃபாத் இருந்து நல்லாகி போகிறாங்க. அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி வபரகாத்துஹு. നമ്മിപ്പോൾ കാണുന്നുള്ളത് മഹാനവറുടെ ദർബാറാണ് ഇപ്പോൾ കാണുന്നുള്ളത്.
ഇവിടെ എല്ലാ ഭാഷയിലും ഇവിടത്തേക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ തമിഴിലും മറ്റുള്ള ഭാഷയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തമിഴാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. അവര് ഭാഷ, അവര് പേര് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ദർബാറിന്റെ പഴയ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണുന്നുള്ളത്. ഇവിടെ കുറിച്ചിട്ടുള്ള സലാത്തുകളും ഖുർആനും എല്ലാം കിതാബുകള്, ഇവിടെ കിതാബുകൾ, നിസ്കരിക്കുന്ന നിസ്കാരപ്പടം, ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വിളക്ക് കത്തിക്കുന്നതിന് ഇതിന്റെ മസല എങ്ങനെയെന്ന് പറഞ്ഞാല്, അത് അന്ന് ആ കാലത്ത് കരണ്ടുകൾ ഉണ്ടായിരുന്നില്ല. ആ കരണ്ടിന്റെ ഇല്ലാത്തത് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നത്. പിന്നെ വിളക്ക് കത്തിച്ചിട്ട് ഇതിനെ വേറെന്ത് രീതിയിലേക്ക് വ്യാഖ്യാനിക്കണ്ട, നിങ്ങൾ എന്തിനാ അവിടെ വിളക്ക് കത്തിക്കുന്നത്, അത് മറ്റൊരു ജാതിക്കാരതല്ലേ എന്ന് പറയാൻ പറ്റില്ല. അതായത് വെളിച്ചമാണ് എല്ലാത്തിനും. സത്യത്തിന്റെ പ്രതിനിധിയാണ് വെളിച്ചം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഉസ്താദ് അവരുടെ നേരത്തെ സംസാരിച്ചവരാണ് ഇപ്പോൾ ഇത് വരയ്ക്കുന്നുള്ളത്. അവർ മഖാമാണ് ഇവിടെ കാണിക്കുന്നത്, മഹാനവറുടെ ദർബാറാണ് കാണിക്കുന്നുള്ളത്. എല്ലാവരും നമ്മളെ മറക്കാണ്ട് നമ്മളെ ചാനലിൽ നിങ്ങൾ കാണിക്കുക, നോക്കുക. മഹാനവറുടെ വിശേഷം തുടർന്നിട്ട് നമ്മളെ ചാനലിലേക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കാണുന്നുള്ളതിൽ നമ്മുടെ മക്കാമാണ്. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ത് കാര്യത്തിന് നിങ്ങൾ ഇവിടത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ മുസീബത്തുകളും ബലാമത്തുകളും എല്ലാ കാര്യങ്ങളും, നാഗൂര്, ഏർവാടി, അതുപോലെ തന്നെ പല ദർഗകളുണ്ട്. അപ്പോൾ ആ ഓരോരോ ദർഗകൾക്ക് അവരവരെ കാര്യങ്ങൾ, അവരവരെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓരോരോ അള്ളാഹ് അതായത് ഔലിയാക്കന്മാർക്ക് ഓരോരോ ഡ്യൂട്ടി അള്ളാഹു താല കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടിയാണ് ഈ മഹാനവറോട് ചെയ്യുന്നുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഡ്യൂട്ടിയിൽ ചെയ്തിട്ടുള്ള ഒരു പങ്കാളിയാണ് ഈ മഹാനവറുകൾ. അപ്പൊ ആ മഹാനവറുടെ അടുത്ത് അവരുടെ ഡ്യൂട്ടിയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോടത്ത് എന്ത് മുസീബത്തും കാര്യങ്ങളൊക്കെ ഉണ്ടത്, അവരെ മുസീബത്തുകൾ കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചോദിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം അള്ളാഹ് തന്നെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു താല തന്നെ എല്ലാം മഹാനവറുടെ, അതായത് അള്ളാഹ്, റസൂല്, ഔലിയാക്കന്മാർ, അതില്ലാണ്ട് നമ്മൾ ദീന് പൂർത്തിയാവുന്നില്ല. അപ്പൊ ആ ദീനിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു മഹാനവറുകളാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇതില് ജാതിയില്ല, മതമില്ല, എന്തുമില്ല. എല്ലാ ജാതികൾക്കും നിങ്ങൾ ഇവിടത്തേക്ക് വരാമെന്നാണ്. ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, ആർക്കുന്നില്ല. ദൈവത്തിനോട് അടുക്കുന്നവർക്കുള്ള ഒരു ആശ്രയമാണിത്. ഹലോ സാർ, ദൈവത്തിനടുത്ത് അടുക്കുന്നവർക്ക് ഒരു ആശ്രയമാണ്, ഒരു അത്താണിയാണ് ഈ മഹാനവർ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇവിടത്തേക്ക് വരിക, ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയുക, സ്വയം മനസ്സിലാക്കുക. നല്ലൊരു സ്ഥലമാണ്, കടലിന്റെ സൈഡിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബീച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇവിടത്തേക്ക് വരിക. ഇവിടെ വർഷാവർഷം ഉറൂസ് നടക്കാറുണ്ട്, സെന്തൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നേരത്തെ സംസാരിച്ചതുപോലെ ഉറുദുവിൽ അവർ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിയിലും അവർ സംസാരിച്ചിട്ടുണ്ട്. അവര് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നോക്കി ഇവിടത്തേക്ക് വരാൻ പറ്റുന്നതാണ്. പറഞ്ഞ അഡ്രസ്സ് ഒരിക്കൽ കൂടി പറയാം. ഇവിടത്തേക്ക് വരേണ്ടത് ചെന്നൈ സെൻട്രൽ നിന്ന് നിങ്ങൾ നേരെ കോവളത്തേക്ക് ബസ് കയറുക. കോവളത്ത് നിന്ന് ഇമിലി ദർഗ എന്ന് പറയുന്ന ബസ്സും വരുന്നുണ്ട്, റിക്ഷയും വരുന്നുണ്ട്. ഇമിലി എന്ന് പറയുന്ന ആ ദർഗയിലേക്ക് വിട്ടണമെന്ന് പറഞ്ഞാൽ ഏത് റിക്ഷക്കാരും ഇവിടത്തേക്ക് വിടുന്നതാണ്. ഒരു 5 കിലോമീറ്റർ ഇവിടത്തേക്കുണ്ട്. മുഹമ്മദ് സാദിർ ഖാദിരി എന്നാണ് മഹാനവറുടെ പേര്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇവിടത്തേക്ക് വരാം, സിയാറത്ത് ചെയ്യുക. നിങ്ങളെ ഓരോരോ കാര്യങ്ങളും മഹാനവറോട് നേരിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. അപ്പൊ എല്ലാവരും നിങ്ങൾ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് ഒട്ടനവധി വീഡിയോ ഇതേ ചാനലിലേക്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. കാണുന്നുള്ളത് ഒരു പീടിയാണ് കാണുന്നുള്ളത്. അപ്പോൾ എവിടത്തേക്കാണ് അവര് ദർഗയിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? അത് കാണുന്നുള്ളത് തൊട്ടിലാണ്. ഇത് കാണുന്നുള്ളത് നൂലുകളും ഈ ദർഗേനെ പറ്റിയിട്ടുള്ള ഫോട്ടോവും കാര്യങ്ങളൊക്കെയാണ്, ഫ്രെയിമൊക്കെയാണ് ഇവിടെ തൂക്കിച്ചിട്ടുള്ളത്. അപ്പോ
ഈ കടന്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ടാകുമ്പോ അവര് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ അവരോട് ചോദിച്ചത് പറഞ്ഞെങ്കിൽ ഈ കടന്റെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അനുവാദം ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അപ്പോ കടന്റെ വീഡിയോസ് എടുത്തോ, അത്രോ എന്റെ വീഡിയോസ് എടുക്കണ്ട, പിന്നെ പറഞ്ഞെങ്കിൽ കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ കാണിക്കുമ്പോൾ എനിക്കതൊരു ഫാമിലി ആൾക്കാരല്ല ഇത് പാക്കും, അതായത് നോക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഡേറ്റി ഫീലിംഗ് ആവുന്നു എന്ന് പറഞ്ഞ ശേഷം അവർ കടന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഈ കടന്റെ വീഡിയോസ് നമ്മൾ എടുക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. അപ്പോ വിഷയത്തിൽ തന്നെ മറന്നില്ല. അപ്പൊ നമ്മിപ്പോ അങ്ങനെയാണ് ഈ ദർഗനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നെ. അപ്പോ ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ദർഗ. നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ സിയാറത്തിന് വരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അപ്പൊ ദർഗനെ കുറിച്ചിട്ടുള്ള സംസാരം നമ്മളിപ്പോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 കൊടികളുണ്ട്. ഈ 2 കൊടിയിനും കുറച്ച് പ്രത്യേകതയുണ്ട്. പറഞ്ഞെങ്കിൽ നാഗൂർ മഹാനവറുടെ കൊടിയാണിത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആലാന്റെ കൊടിയാണ് നിങ്ങൾ കാണുന്നുള്ളത്. ഈ കാണുന്നുള്ളത് അലി റളിയല്ലാഹു തആലാന്റെ കൊടിയാണ്. ഈ കാണുന്നുള്ളത് നാഗൂർ ഉപ്പാപ്പാന്റെ കൊടിയാണ്. അങ്ങനെ കുറെ പ്രത്യേകതയുള്ള ഒരു മഹാനവറുടെ ദർഗയാണ് കാണുന്നുള്ളത്. ഒരു പണ്ടുള്ള കാലത്ത്, അതായത് ഇപ്പാണ് ഈ കുറച്ച് ഇവരുടെ സൗകര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ സൗകര്യമില്ലാത്ത സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് ബാത്റൂം ഇല്ല, അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഇപ്പോൾ തന്നെ. അതായത് ബാത്റൂമുകൾ ഇല്ലാത്ത ദർഗകൾ അപൂർവമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ബാത്റൂമുകൾ ഇല്ലാത്ത ദർഗ അപൂർവം. അപ്പൊ ഒതുവെടുക്കാനുള്ള സ്ഥലങ്ങളില്ല. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടതാണ്. ഇവിടെ ഒരുക്കി വരുന്നതേ ഉള്ളൂ, പ്രാവർണ്യമാകുന്നതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലേക്കാണ്. ഇപ്പൊ ആ കാലഘട്ടത്തിൽ, അതായത് മഹാനവറുകൾ ജീവിച്ച കാലഘട്ടം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അടിസ്ഥാനമായ സൗകര്യങ്ങൾ, ഒരു മനുഷ്യന് അടിസ്ഥാനമായുള്ള സൗകര്യങ്ങൾ പോലും ഈ ദർഗയിലില്ല. അപ്പൊ നിങ്ങൾ കഴിവിന്റെ പ്രമാവധി ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നാൽ ഈ ദർഗനെ കുറിച്ച് വരുമാനവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ആ വരുമാനം കൊണ്ട് ഈ ദർഗയിലേക്ക് വരുമാനം കൊണ്ട് വന്നിട്ടാകുമ്പോ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ നാഗൂര്, ഏറുവാടി, മുത്തുപ്പട്ടെ എന്ന് പറയുന്ന എല്ലാ ദർഗേനെ പോലെ തന്നെ ഈ ദർഗയും കുറച്ച് ഫേമസ് ആവും. അപ്പൊ നമ്മൾ ഈ ഫേമസ് എന്ന് ഉദ്ദേശിക്കുന്ന ചില ആൾക്കാർ പൈസ സമ്പാദിക്കാനും മാത്രമെന്ന് ചില ആൾക്കാർ ഉദ്ദേശിക്കും. ഇത് പൈസ സമ്പാദിക്കാനും മാത്രമല്ല, ദീനിനും വേണ്ടിയിട്ട് കഷ്ടപ്പാട് സഹിച്ചിട്ട് വന്നവരാണ് ഇവരെല്ലാം. നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാനവരുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നമ്മളെ മക്കൾ, പ്രത്യേകിച്ച് നമ്മൾ പോലത്തെ ആൾക്കാരല്ല. അപ്പോ ആ മഹാനവരുടെ കാണാൻ വേണ്ടി പോകുമ്പോ പിരിസത്തിന് നമ്മ കുറച്ച് ആൾക്കാർ, വയസ്സായ ആൾക്കാരെല്ലാം കാണുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നില്ലേ, പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നതാ പിരിസത്തിന് കൊടുക്കും. അതെല്ലാം അങ്ങനെ കണക്കൂട്ടണം. അല്ലെങ്കിൽ വേറെ ഒരു പൈസ കൊടുക്കുന്നത്, അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നത്, അജ്മീറിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് പറയുന്ന ആൾക്കാർ പലതുണ്ടോ. അപ്പൊ നമുക്കതിൽ ഇൻക്വയറി ചെയ്യാം സുഹൃത്തുക്കൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ദർഗയെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ബേജാറായി, സങ്കടമായി. എന്താ പറഞ്ഞെങ്കിൽ ഓരോരു ദർഗയില് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അത് നോക്ക്, ഇവിടെ ഏർവാടി എന്ന് പറയുന്ന ദർഗയില് ഭക്ഷണത്തിന് യാതൊരു പഞ്ഞമില്ല എന്ന് പറഞ്ഞാലും കൂടി, അതായത് ഭക്ഷണം വാങ്ങിച്ചിട്ട് അത് കളയുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഭക്ഷണം വാങ്ങിച്ചിട്ട് കളയുന്നതാണ്. അത് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഭക്ഷണം ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു നേരം ഭക്ഷണം കിട്ടാത്ത പോലും ആൾക്കാർ കുറെ മുസീബത്ത് കൊണ്ട് വന്നിട്ട് ഇവിടെ ടെന്റ് അടിച്ച് നിൽക്കുന്നതാണ് സുഹൃത്തുക്കൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇവിടെ ഒരു നേരം ഭക്ഷണം കിട്ടാന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമാണ് ഇവിടെ ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പ്രയാണമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർത്തുമെങ്കിൽ, ഈ നിങ്ങൾ പോലത്തെ ആൾക്കാരെല്ലാം ഈ മഹാനവറുടെ സിയാറത്ത് ചെയ്താല് ഇവിടുത്തെ മക്കൾക്ക് അന്നദാനവും ചോറും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്നാണ്
ഞാൻ വിനീതമായ ആൾക്കാരാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ ഭാഷയിൽ സംസാരിക്കുന്നതായിരുന്നെങ്കിൽ എൻ്റെ ലാംഗ്വേജ് കാസർഗോഡ് ലാംഗ്വേജ് ആണ്. എൻ്റെ കാസർഗോഡ് ലാംഗ്വേജിൽ സംസാരിച്ചാൽ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെടുത്ത് ഈ മോഡേൺ ഭാഷ സംസാരിക്കുന്നുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ദർഗയെ കുറിച്ചിട്ട് ഞാനിപ്പോൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് ഇവിടത്തേക്ക് വന്നാൽ ശേഷമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റൂ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ മനസ്സിലാക്കണം. അപ്പൊ ഇവിടത്തേക്ക് അറിഞ്ഞിട്ട് ഇവിടത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മഹാനവരുടെ ദർബാറിലേക്ക് സിയാറത്തിന് വന്നവര് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കുറെ മുസീബത്തുകൾ കൊണ്ട്, കുറെ ബേജാറ് കൊണ്ട്, ദാമ്പത്യ പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം, പല പ്രശ്നങ്ങൾക്ക് ഒരു ആശ്രയമാണ് മഹാനവർ. അപ്പോ നിങ്ങൾ എന്താക്കണം, ഇവിടത്തേക്ക് വന്നിട്ട് സിയാറത്തിന് ചെയ്താൽ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള സാധനങ്ങൾ, പള്ളി, ഒരു 10 പേർക്ക് പോലും നിസ്കരിക്കാൻ പറ്റാത്ത പള്ളിയാണ് ഇവിടെ നമ്മൾ കാണുന്നുള്ളത്. ഒരു ചെറിയൊരു പള്ളി, ഒരു ചെറിയൊരു മഖാം, അടിസ്ഥാനപരമായിട്ട് ബാത്റൂം പോലും ഇവിടെ ഇല്ല സുഹൃത്തുക്കൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാത്റൂം പോലും കെട്ടാനുള്ള ഒരു സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നു എടുക്കാനുള്ള സ്ഥലം, നിസ്കരിക്കാനുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ ഇവിടെ കോമ്പൗണ്ടിലായി കെട്ടുന്ന അവ സ്ത്രീകൾക്ക് കടക്കാനുള്ള സൗകര്യങ്ങളാക്കാനും പുരുഷന്മാർക്ക് കടക്കാനുള്ള സൗകര്യങ്ങളാക്കാനും. പിന്നെ ഇതൊരു വക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. വക്ക് ഓഫ് ചെയ്ത പള്ളി തന്നെയാണോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ അതിഥിയ വക്ക് ഓഫ് ചെയ്ത പള്ളിയാണോ എന്നറിയില്ല. അതിനെക്കുറിച്ച് ആധുനികമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ ദർഗനെ കുറിച്ചിട്ട് അറിയുക, ഈ ദർഗയിലേക്ക് എല്ലാവരും വരിക. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക്, ഞാൻ പറയുന്ന സുഹൃത്തുക്കൾ, അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക്, ഇത് 2026 1 ജനുവരി, ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് ഈ 8 ഒരു മിനിറ്റ്, ഇന്ന് ഞമ്മക്ക് ഡേറ്റ് തരണമെങ്കിൽ ഇന്ന് 8, അതായത് ഇന്ന് ഞമ്മ ജനുവരി 8 താരീഖ്. അടുത്ത കൊല്ലം, അതായത് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും മനസ്സ് വെച്ചാൽ പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത കൊല്ലാവുമ്പോഴേക്ക് ഇവിടെ നമുക്ക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാൽ, ഇവിടത്തേക്ക് സിയാറത്തിന് വന്നാൽ ഇവിടെ അടിസ്ഥാനമായ സൗകര്യങ്ങളും നിങ്ങൾ കയ്യിൽ നിന്ന് നേർച്ച പൈസയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലമായിട്ട് ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ചെങ്കിൽ, കുറെ ആൾക്കാർ മനസ്സ് വെക്കണ്ട, ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ചെങ്കിൽ ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും അസ്സലാമു അലൈക്കും. നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും.